ഒരേ മാറ്റർ രണ്ട് വക്കീലന്മാർ ഫയൽ ചെയ്യുമ്പോൾ രണ്ട് ഓർഡേഴ്സ് ഒരേ ജഡ്ജി നൽകുന്നത് പല റീസൺസ് ഉണ്ടാകാം. കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് എപ്പോഴും അത് അതൊരു ജഡ്ജിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു എന്തെങ്കിലും ഒരു ആസ്പേഴ്സീവ് റിമാർക്സ് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ കേസിലും. എനിക്കറിയില്ല. ഇപ്പം ചില സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ റിട്ട് ഹർജിയിൽ പ്രോപ്പറായിട്ടുള്ള പ്ലീഡിങ്സ് ഉണ്ടാവില്ല, പ്രേയേഴ്സ് ഉണ്ടാവില്ല പ്രോപ്പറായിട്ട്. ഇല്ലെങ്കിൽ എന്താണോ അതിനകത്ത് റിലവൻ്റ് ആയിട്ട് പഞ്ചായിട്ടുള്ളത്, ഇല്ലെങ്കിൽ കോർ ഇഷ്യൂ എന്താണ്. ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ്, ആ റാങ്ക് ലിസ്റ്റിലിരിക്കെ റൂള് വന്ന കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് അത് പറഞ്ഞ് ആ റൂളിൻ്റെ ലീഗൽ ഇഫക്റ്റ് എന്താണ്, റിട്രോസ്പെക്ടിവിറ്റി ഉണ്ടോ, പ്രോസ്പെക്ടിവിറ്റി ഉണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ വേക്കൻസി അറൈസ് ചെയ്തത് എന്നാണ്, അതെന്ത് വെച്ച് എപ്പോൾ വെച്ച് ഗവേൺ ചെയ്യണം, ഈ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലീഡ് ചെയ്തിട്ട് നമ്മൾ ഏതിൽ പെടും എന്നുള്ളത് ഇപ്പോൾ ഒരാൾ പറയാതെ വെറുതെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ചെയ്യാൻ പോകുന്നു, റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും റൂള് വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും കോടതി? സ്പെഷ്യൽ റൂൾ പ്രകാരം ക്വാളിഫിക്കേഷൻ ചേഞ്ച് ചെയ്തു. കോടതി വേറെ ഒന്നും ശ്രദ്ധിക്കൂല. കാരണം വെച്ചാൽ ആയിരക്കണക്കിന് കേസുകളാണ്. നമ്മളാണ്, വക്കീലാണല്ലോ അത് ബോധ്യപ്പെടുത്തേണ്ടത്. റൂളിൻ്റെ ഇഫക്റ്റ് എന്താണ്, റൂൾ എന്താണ്. അപ്പോൾ കോടതി അത് തള്ളിക്കാണും. അതേസമയം വേറൊരാൾ വന്ന് പറയണതാണ് റൂളിന് ഇതിനകത്ത് ഒരു ഇഫക്റ്റും ഇല്ല, റൂൾ ഈസ് ഹാവിങ് പ്രോസ്പെക്റ്റീവ് ഇഫക്റ്റ്, പെൻഡിങ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇന്നതാണ് സംഭവം. അപ്പോൾ ചേഞ്ചായി. മനസ്സിലായില്ലേ? അങ്ങനെ വരാം, എനിക്കറിയില്ല. ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൺസിഡറേഷൻസ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പ്രസൻറ്റേഷൻ എങ്ങനെയാണ്, ആ പ്രസൻറ്റേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്.